ഗൈസ്, നമ്മളൊരു ഹാപ്പി ന്യൂസ് എന്ന നിലയിൽ സംസാരിച്ചൊരു വിഷയമാണ് 2-3 ദിവസങ്ങൾക്ക് മുമ്പ്. അതായത് ഇന്ത്യയുടെ അണ്ടർ-23 ടീമിന് മാച്ചസ് കിട്ടാൻ പോകുന്നു. ഖത്തറിൽ വെച്ച് മാർച്ചിൽ നടക്കുന്ന ഒരു ടൂർണമെന്റിൽ ഖത്തർ, മലേഷ്യ, ചൈന പോലുള്ള ഒരു ടീമുകൾക്കൊക്കെ എതിരെ ഇന്ത്യക്ക് കളിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളത്. അതായാലും അന്ന് വന്നിരുന്ന ചില സംശയങ്ങളൊക്കെയാണ്, അതിന് ചില ഉത്തരങ്ങൾ എന്ന നിലയിലാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പം കേൽനവിൻ്റെയൊക്കെ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. ഇത് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു മത്സരങ്ങൾ നമ്മളുടെ ഒരു ഫിഫ കലണ്ടേഴ്സിൽ തന്നെ നടക്കും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ അണ്ടർ-23 പ്ലേയേഴ്സിനെയൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം എന്നുള്ളൊരു കാര്യമാണ്. അതായത് ക്ലബ്ബുകൾക്ക് മാച്ചസ് ഇല്ലാത്തപ്പം നമുക്ക് പ്ലേയേഴ്സിനെയൊക്കെ വിട്ട് കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ ആരായിരിക്കും അണ്ടർ-23യുടെ കോച്ച്? മഹേഷ് ഗാവലി ആയിരിക്കും, അല്ലെങ്കിൽ ക്ലിഫോർഡ് മെറൻഡ ആയിരിക്കും? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിലനിന്നിരുന്നു. എന്നാൽ നിലവിൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന ഒരു ഫുൾ ടൈം അണ്ടർ-23 കോച്ചിനെ AFF നിയമിക്കും എന്നുള്ളതാണ്. അതും ഒരു നല്ല കാര്യം തന്നെയാണ്. കാരണം സാധാരണഗതിയിൽ നമുക്കൊക്കെ അറിയാമല്ലോ എങ്ങനെയാണ് അണ്ടർ-23 ഒക്കെ ട്രീറ്റ് ചെയ്തെന്നുള്ളത്. അപ്പോൾ അവിടേക്ക് ഒരു ഫുൾ ടൈം ഒരു അണ്ടർ-23 കോച്ച് ഉള്ളത് ഉറപ്പായിട്ടും ഒരു നല്ല കാര്യം തന്നെയാണ്. ഇപ്പം മഹേഷ് ഗാവലിയുടെ കാര്യം എടുക്കുമ്പം ഈ ഒരു സമയത്തൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നാഷണൽ ടീമിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അത് എൻ്റെ ഒരു ക്ലാഷ് ഉണ്ടാകും. ക്ലിഫോർഡ് മെറൻഡ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം മോഹൻ ബഗാനിൽ ഇപ്പം അസിസ്റ്റൻറ്റ് കോച്ച് എന്ന നിലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് പോസിബിൾ ആയിരുന്നു എന്നാണ് തോന്നുന്നത്. കാരണം പല ക്ലബ്സിൻ്റെ ഒക്കെ കാര്യങ്ങൾ നോക്കുമ്പോൾ ആ തരത്തിലൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു പരിഗണനയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ട്രെവർ സിംഗ്ലെയർ എന്ന് പറഞ്ഞിട്ട്. നമുക്കറിയാം AFC ഏഷ്യൻ കപ്പിൽ ഇന്ത്യയുടെ ഒരു സെറ്റ് പീസ് കോച്ച് എന്ന നിലയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം ഇംഗ്ലണ്ടുകാരനാണ്. പക്ഷേ അദ്ദേഹത്തിന് അഫോർഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉള്ളത് കൊണ്ട് അദ്ദേഹം ആയിരിക്കില്ല എന്നുള്ളതൊക്കെയാണ്. കാരണം അദ്ദേഹം മാൻ സിറ്റി അല്ലെങ്കിൽ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ വെസ്റ്റ് ഹാം പോലെയൊക്കെയുള്ള ഇടത്തൊക്കെ ആസ് എ പ്ലെയർ എന്ന നിലയിൽ ഒരു ലെജൻഡറി സ്റ്റാറ്റസ് ഒക്കെ ഉള്ള ഒരാളാണ്. ഏതായാലും നിലവിലെ സൂചനകളൊക്കെ പ്രകാരം ഒരു വിദേശ കോച്ച് തന്നെയൊക്കെ വരും എന്നുള്ളൊരു കാര്യമൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. സോ വിദേശ കോച്ച് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ ഒരു നാഷണൽ ടീമിലേക്കൊക്കെ ഒരു കോച്ചിനെ നിലവിലൊക്കെ പരിഗണിക്കും. ഇതുപോലെ അണ്ടർ-23 ആദ്യം കൊണ്ടുവന്നിട്ട് അവിടെ സക്സസ് ആണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കോച്ചിനെ സീനിയർ ടീമിലൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ നല്ലതായിരിക്കും. ഇപ്പം വിയറ്റ്നാം എന്ന് പറയുന്നൊരു രാജ്യം സമീപകാലത്തൊക്കെ സക്സസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം അവിടെ വന്നൊരു സൗത്ത് കൊറിയൻ കോച്ചുണ്ട്. പുള്ളിക്കാരൻ ആദ്യം വിയറ്റ്നാമിൻ്റെ അണ്ടർ-20 അണ്ടർ-23 കാറ്റഗറിയിലെ കോച്ച് ആയിരുന്നിട്ടാണ് പിന്നെ സീനിയർ ടീമിലേക്ക് വന്നതും സീനിയർ ടീമിൽ റിസൾട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അണ്ടർ-23ലും അതുപോലെ AFC ഏഷ്യൻ കപ്പിൻ്റെ ഒരു ഫൈനൽ വരെയൊക്കെ എത്താനൊക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കോച്ച്. അപ്പം ആ ഒരു തരത്തിലൊക്കെ നമുക്കിപ്പോൾ ഒരു ഇന്ത്യൻ കോച്ചിനെ, നാഷണൽ ടീമിൻ്റെ കോച്ചിനെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹം എത്രത്തോളം നമുക്ക് ഗുണകരമാകും എന്നുള്ളത് ഈ പറഞ്ഞ പോലെ ആദ്യം ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്നാലും നമുക്കിപ്പോൾ ഇന്ത്യൻ കോച്ചസ് എന്ന നിലയിൽ നോക്കിയാലും ചില ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പം റിച്ചാർഡ് വുഡൊക്കെ അത്യാവശ്യം ഒരു നല്ല പ്രൊഫൈലൊക്കെ ആണെന്നാണ് തോന്നുന്നത്. പക്ഷേ ഐ തിങ്ക് നോക്കട്ടെ, എന്തായാലും വിദേശ കോച്ചിലേക്ക് പോകുന്നതാണ്. ഏതായാലും മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം പല താരങ്ങൾ, വിപിൻ, പാർത്ഥിബിനെയൊക്കെ അടക്കമുള്ളതൊക്കെ താരങ്ങളെ സീനിയർ ടീമിൽ ക്വാളിഫയേഴ്സിൽ ഉൾപ്പെടുത്താത്തതിൻ്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അണ്ടർ-23 ആണ് നടക്കുന്നതെങ്കിൽ അവിടേക്ക് ഈ പ്ലേയേഴ്സിനെ ആദ്യം കളിപ്പിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം അവിടെ വിപിനെ കളിച്ചിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള പ്ലേയേഴ്സിന് ഐമൻ ആണെങ്കിലും അസറാണെങ്കിലും സനാനയൊക്കെ പോലുള്ള താരങ്ങളൊക്കെ അവർക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സീനിയർ ലെവൽ അല്ലെങ്കിൽ ആ ഒരു നാഷണൽ ടീം ഇൻറ്റൻസിറ്റിയിലൊക്കെ എങ്ങനെ കളിക്കുന്നു എന്നുള്ളതൊന്ന് നമുക്ക് റിയലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ കോച്ചസിന് മനസ്സിലാക്കാനൊക്കെ ഉള്ളൊരു അവസരം തന്നെയായിരിക്കും ഇത് എന്നുള്ളതാണ്. ഏതായാലും സോ മച്ച് എക്സൈറ്റഡ് എന്ന് തന്നെയാണ് പറയുന്നത്. ആരായിരിക്കും കോച്ച് എന്നുള്ളത് നമുക്ക് കാണാം. പിന്നെ ഇങ്ങനത്തെ അണ്ടർ-23 മാച്ചസ് വരുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊന്ന് നമ്മുടെ ഒരു ചാനൽ തുടങ്ങി ആ ഒരു കാലം തൊട്ടൊക്കെ പറയുന്നതാണ് നമുക്കൊരു അണ്ടർ-23 ടീം കൃത്യമായിട്ട് മത്സരങ്ങൾ വേണം എന്ന നിലയ്ക്കൊക്കെ. അപ്പം അങ്ങനെ ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. ഇതേപോലത്തെ ഫിഫ കലണ്ടേഴ്സിലൊക്കെ സ്ഥിരം മാച്ചസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും AFC അണ്ടർ-23 ക്വാളിഫയേഴ്സിലൊക്കെ പെർഫോം ചെയ്യാൻ സാധിക്കും. AFC അണ്ടർ-23 ടൂർണമെൻറ്റിലേക്ക് നമുക്ക് ആദ്യമായിട്ടൊക്കെ യോഗ്യത നേടാൻ സാധിക്കും. അതെന്ന് പറഞ്ഞാൽ നാഷണൽ ടീമിൻ്റെ ഒരു ബിഗ് സ്റ്റെപ്പാണ്. നമുക്ക് പല പ്ലേയേഴ്സിനെ നാഷണൽ ലെവലിലൊക്കെ അല്ലെങ്കിൽ സീനിയർ ലെവലിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നത് അവിടെ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ സാധിക്കും എന്നുള്ളൊരു ഫാക്ടറും ഉണ്ട്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ഉറപ്പായിട്ടും കമ്പോസ് ചെയ്ത് മറ്റൊരു കാണിക്കുകയാണ് സനിയ.